Smoking is injurious to health. ജയിക്കാനാണെങ്കിൽ കളി എന്നോട് വേണ്ട. Hope you have a nice day. I guess not. കൈയാളും ഈ ഭൂതലം ആളുന്നു തീനാളം ആയുന്നു വിണ്ണോളം കാലങ്ങൾ ചെന്നാലും പോരാട്ടം തീരുമാ കേൾക്കുന്നു ഏതേതോ കാലൊച്ചകൾ വൈരങ്ങൾ തീരാതെ ചീറുന്നു വെടിയുണ്ടകൾ വാളെന്തും വാഴുന്നു വാളാലെ തീരുന്നു കാലങ്ങൾ ചെന്നാലും പോരാട്ടം തീരുമാ പകച്ചുടുക്കണം വിതറിയ വഴിയോ ഇനിയൊരു 24 hours മഴമഴ പെരുമഴയൊഴുക നിലമഴ 24 hours വിരിയുന്ന മൂഴിലും ഇരുളിലോ ഉൾമുനയിൽ 24 hours കഥയുടെ വിധി ഇത് പറയാൻ 24 hours കൂടെ നിന്നാരോ ഒറ്റി. എത്ര പോയി? 2 കോടി. ഒരു ഇൻസൈഡ് ഹെൽപ്പ് അതില്ലായിരുന്നെങ്കിൽ പോലീസിന് നമ്മളെ കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അതെങ്ങനെയാ? ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ അല്ലേ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇവിടെയുള്ള പോലീസിനെയല്ല നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. ഡൽഹിയിൽ നിന്ന് കെട്ടിയെടുത്ത കുറെ ചെറ്റലുണ്ടല്ലോ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. നമ്മുടെ കൂടെ തന്നെയുള്ള ആരോ ഒറ്റുന്നുണ്ടെന്നാണ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറയുന്നത്. അവനെ കണ്ടെത്തിയ നമ്മുടെ പണി കുറയും. ഒരു ഫോൾസ് ഡീലിനുള്ള സെറ്റപ്പ് ചെയ്യൂ, നമുക്ക് നോക്കാം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എനിക്ക് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. സരി,
നഗരം ചൂട് പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ചുറ്റും STFന്റെ കണ്ണുകളുണ്ട്. വെറുതെ എന്തിന് റിസ്ക് എടുക്കണം? എന്നെ നോക്കാൻ എനിക്കറിയാം. പറയുന്നത് ശരി, പക്ഷേ എനിക്കിതൊന്നൊരു വിഷയമല്ല. അവനറിയാവനെ സൂക്ഷിക്കാൻ. അതിന് ബോഡി ഗാർഡ്സിന്റെ ആവശ്യമില്ല. എപ്പോ തിരിച്ചെത്തും? ഞാൻ അധികം വെളി കിടന്ന് കറങ്ങണ്ട. ഡോണ്ട് വറി. ഐ എം നോട്ട് വറീഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വിടുവോ? ടൂൾസ് എടുക്കാൻ മറക്കണ്ട. ഇതെടുക്കാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. നമ്മുടെ ആൾക്കാർ അവനെ പിന്തുടരണം. എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. ഐ എം റിയലി വറീഡ്. ഇതൊരു ചെറിയ കാര്യമാണ്. എന്റെ വക്കീലിന് ഇതിൽ വലിയ റോളൊന്നുമില്ല. കൊള്ളാം, നല്ലത്. എനിക്ക് എന്റെ അനിയനെ പറ്റിയാണ് അറിയേണ്ടത്. അവനെ എപ്പോ ഇവിടെ കൊണ്ടുവരും? എക്സ്ക്യൂസ് മീ, ഹാ, എന്റെ അനിയനെ എപ്പോ ഇവിടെ കൊണ്ടുവരും? അവനെ വല്ലാതെ ഉപദ്രവിച്ചോ? അനിയന്റെ പേരെന്താ? ജഗന്നാഥ വർമ്മ. നടനാണോ? അല്ല. താങ്കൾ അയാളുടെ ജ്യേഷ്ഠനല്ലേ? അതെ. ഞാനൊരു സ്ക്വാഡിനെ വിട്ടിരുന്നു അവനെ പിടിക്കാൻ. കൈ കിട്ടിയാൽ വെളിച്ചം കാണാൻ കുറച്ച് സമയം എടുക്കും. റെസിസ്റ്റൻസ് ടു അറസ്റ്റ്, ഡാമേജിങ് പബ്ലിക് പ്രോപ്പർട്ടി, റെക്ലെസ് എൻഡേഞ്ചർമെന്റ്, ഓവർ സ്പീഡിംഗ്, വാൻഡലിസം, ഇതൊക്കെയാണ് അയാളുടെ പേരിലുള്ള കുറ്റങ്ങൾ. ഈ ചാർജസ് ഒക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും? മിസ്റ്റർ, ഞാൻ അത്രയ്ക്ക് തരം താഴ്ന്നിട്ടില്ല. നിങ്ങൾ എന്താ വിചാരിച്ച് ഈ സൂട്ടും കോട്ടും ഇട്ട് വന്നാൽ എന്നെ വിലക്കെടുക്കാവുന്നു? ഇനി അങ്ങനെ വേണമെങ്കിൽ ആയിക്കോ, എനിക്ക് പരാതിയില്ലേ. ഞാൻ അതിനൊന്നും വേണ്ടി വന്നതല്ല. എന്നാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് താങ്കളെ ചാർജസ് എല്ലാം പിൻവലിക്കാൻ പോകുന്നു. ഹലോ സർ, സർ, സർ. പറഞ്ഞതുപോലെ ചെയ്യാൻ സാർ. കേട്ടില്ല, കുറച്ചുകൂടെ ഉറക്കെ പറയും. പറഞ്ഞതുപോലെ ചെയ്യാൻ സാർ. ചാർജസ് ഒന്നും ഞാൻ ഫയൽ ചെയ്തിട്ടില്ല സാർ. ധൈര്യമായിട്ട് പൊക്കോ. എന്താ പെട്ടെന്ന് നിങ്ങളൊരു മാറ്റം? ഫോൺ. ഐ എം സോറി. ആ ഫോൺ കോൾ? കമ്മീഷണർ സാറായിരുന്നു ലൈനിൽ. ഐ സി. എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഐ അണ്ടർസ്റ്റാൻഡ്. സാർ കുടിക്കാൻ ചായയോ കാപ്പിയോ പാലോ പായസോ? നോ താങ്ക്സ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പോകാൻ അല്പം തിരക്കുണ്ട്. വലിയ പുള്ളിയാ. സർ, സ്റ്റോക്ക് നിലവാരം 12,000 വരെ പോയിരിക്കുന്നു. ഇന്ന് മോർണിംഗ് ന്യൂസിൽ സാറിന് അതിനെക്കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിലെ നെഗറ്റീവ് മാർക്ക് അരമാർക്കിൽ നിന്നും 1 ഉയർത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. പുത്തൻപാലം രാജേഷിനും ഓം പ്രകാശിനും ജാമ്യം നൽകുന്നത് വിലക്കിക്കൊണ്ട് ഹൈക്കോടതി. സിസ്റ്റർ അബിയ കേസ് നാർക്കോ സീഡികൾ ചാനലുകളിൽ പ്രദർശിപ്പിച്ചത് മനുഷ്യാവകാശ ലംഘനമെന്ന് കോടതി. വാഹനങ്ങളുടെ മത്സരവോട്ടം സിറ്റിക്ക് ആഡംബരമായി മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ കൊച്ചിൻ സിറ്റിയിൽ നടന്ന ഡ്രാഗ് റേസിൽ വർമ്മ കോർപ്പറേഷൻ MD വിക്രമാദിത്യ വർമ്മയുടെ സഹോദരൻ ജഗന്നാഥ വർമ്മ നഗരത്തിൽ പലയിടത്തും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യക്ക്. Do I get any good news today? സാർ, ഇതൊരു പബ്ലിക് റിലേഷൻ കമ്പനിയാണ്. I know. I built this company. ഓക്കെ ജെന്റിൽമൻ, താങ്കൾക്ക് ഇതിൽ ഏത് ബ്രാൻഡാണ് വേണ്ടത്? ജാക്ക് ഡാനിയൽസ്, വോഡ്ക, വിസ്കി, പിന്നെ നമ്മുടെ ജനപ്രീതി നേടിയ നാടൻ കള്ള്. ഇപ്പോ ഞാനിത് കഴിക്കാനോ? ശരണമയ്യപ്പാ. എല്ലാ സിസ്റ്റവും തകരാറുള്ള ഒരു രാഷ്ട്രമാണിത്. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം, പണമുണ്ടെങ്കിൽ. ഞാനതിൽ വളരെ സന്തോഷവാനാണ്. കാരണം എനിക്കത് വേണ്ടതിലധികമുണ്ട്. ഇത്തവണ എത്ര തരും? ഓ, ഇത് 2 മാസത്തെ ശമ്പളം ഉണ്ടല്ലോ. വേണോ? ഇത് ജയിച്ചിട്ടിയ പൈസ അല്ലേ? അതുകൊണ്ട് അവൻ പറഞ്ഞത് കാര്യമാക്കണ്ട, പുതിയ ആളാ. ഇതൊരു തരം കളിയാ. എനിക്കിതൊരു ത്രില്ല. നിങ്ങൾക്കിത് വേണോ വേണ്ടേ? ആ, അത് വേണ്ട. ആദ്യം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്. ആയിക്കോട്ടെ.
കാണാൻ എന്താ ഭംഗി. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. സാർ ഇത് വേറെ എവിടെയെങ്കിലും പരീക്ഷിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാ, നിന്നെ നോക്കുന്നത് തെറ്റാ. എന്നാ നിന്റെ കാർ എന്നെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടു. ശരിക്കും മനോഹരമായൊരു പെയിന്റിംഗ് കാണുന്ന പോലെ. ഇയാൾക്കിപ്പോ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എന്താ നിന്റെ പേര്? അറിഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ തമ്മിൽ സംസാരിക്കണം എന്നുള്ളത് വിധിയാ. ഇല്ലെങ്കിൽ പിന്നെ സിഗ്നൽ ഇപ്പോഴും റെഡ് ആയിട്ട് തന്നെ ഇരിക്കുവോ? എനിക്ക് തോന്നുന്നു നീ നിന്റെ ഫോൺ നമ്പർ തരുന്നവരെ ഈ സിഗ്നൽ റെഡ് ആയിട്ട് തന്നെ ഇരിക്കും. നിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും വരെ അത് റെഡായി തന്നെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത്. താമസിയാതെ നമുക്ക് വീണ്ടും കാണാം. ഓ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ചായ തണുക്കും. ഞാൻ നിങ്ങളുടെ ചായ കുടിക്കാൻ വന്നതല്ല. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ എവിടം വരെയായി? തൽക്കാലം എല്ലാം നിർത്തിവെച്ചേക്കുക. എന്താ പ്രശ്നം? പയ്യൻ, അവനാ പ്രശ്നം. ഓ നായർ, മൈ ഫ്രണ്ട്. ആ, നിങ്ങൾ എന്നെ സുഹൃത്തുന്നല്ലേ വിളിച്ചത്? അതിന് നിങ്ങളുടെ അനിയൻ, അവനെ പറ്റി എല്ലാം ഞാൻ അറിഞ്ഞു. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചു, ഇപ്പൊ എല്ലാം മാറി. അപ്പൊ ഇന്ന് രാവിലെ സംഭവിച്ചതോ? അത് ആൾക്കാർ വെറുതെ പറയുന്നതാ. വെറുതെ പറയുന്നതല്ല മിസ്റ്റർ വർമ്മ. ഇന്ന് രാവിലത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ അനിയന്റെ വീരപരാക്രമങ്ങൾ. യു ഹാവ് നോ ഓണർ മിസ്റ്റർ വർമ്മ. നമുക്കവന് ഒരവസരം കൂടി കൊടുത്തൂടെ? അവസരങ്ങൾ ഒരുപാട് കൊടുത്തതല്ലേ. അവൻ വേറെ എവിടെ പോവാനാ? എന്ത് ചെയ്യാനാ? അവൻ എല്ലാത്തിന്റെയും വിലയറിയാം, പക്ഷേ ഒന്നിന്റെയും മൂല്യം അറിയില്ല. ലീല, അവനൊരു പാഠം പഠിക്കണം. ഇത് അവന്റെ നല്ലതിന് വേണ്ടിയിട്ടാ, മറ്റു പോംവഴിയൊന്നുമില്ല. ആരാ? എന്തു വേണം? ഹേ മിസ്റ്റർ, ഇത് ഞാനാ, ജഗൻ. ഇവിടെ എന്തു പറ്റി? നിങ്ങൾക്ക് ഇത് എന്തു പറ്റി? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇയാളാ വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പ് കൊടുക്ക. ഹലോ, എന്താ വക്കീലേ? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ചേട്ടനും ഇത്? താങ്കൾ ഇന്നു മുതൽ വർമ്മ കോർപ്പറേഷന്റെ പിന്തുടർച്ച അവകാശിയല്ല. താങ്കളുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ വിൽപത്രത്തിൽ നിങ്ങളുടെ ജ്യേഷ്ഠനെയാണ് അവകാശിയാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തരണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. താങ്കളുടെ ജ്യേഷ്ഠൻ വിക്രമാദിത്യവർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇനി ഒരു നിമിഷം പോലും മിസ്റ്റർ ജഗന്നാഥ് വർമ്മ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഇനി ഒരു ബന്ധവും താങ്കൾക്ക് അവകാശപ്പെടാനില്ല.
ഈ കുടുംബത്തിന്റെ ലോയർ എന്ന നിലയിൽ ഞാൻ പറയുന്നു, മിസ്റ്റർ ജഗന്നാഥ് വർമ്മ, താങ്കൾ ഇന്നു മുതൽ ഈ വീട്ടുകാർക്കൊരു അന്യനാണ്. ദയവ് ചെയ്ത് പോകാം. കൊള്ളാം, നല്ല തമാശ. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇന്നു മുതൽ നിങ്ങൾ ഈ കുടുംബത്തിലൊരു അംഗമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോണം. ചേട്ടത്തിയമ്മേ, എന്നോട് നിങ്ങൾക്കിത് എങ്ങനെയാ? ജഗൻ, നീ എപ്പോഴും സ്നേഹിച്ചിരുന്നത് പുറം ലോകത്തെയാണ്. ഇനി നിനക്ക് അങ്ങനെ തന്നെ തുടരാം. നീ ഒരു പാഠം പഠിക്കണം. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. അത് എന്റെ പേരിൽ വേണ്ടെന്ന് മാത്രം. അത്രമാത്രം എന്നെയും എന്റെ കമ്പനിയെയും നീ ദ്രോഹിച്ചിട്ടുണ്ട്. ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഐ എം സോറി. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇതുവരെ എനിക്കെല്ലാം തമാശയായിരുന്നു. 7 കാറുകൾ 7 ദിവസം കൊണ്ട് തകർത്ത് ഇത്രയേറെ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ട് എല്ലാം നിനക്കൊരു തമാശയായിരുന്നു. ഇന്നത്തോടെ എല്ലാം നിർത്തി. ഞാനിത് എത്രയായി കേൾക്കുന്നു. എനിക്ക് ഒരവസരം കൂടി. നിന്നെപ്പോലെ ഒരാളെ എനിക്കറിയാം, ഒരു ഡ്രഗ് അഡിക്റ്റ്. അവൻ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവൻ ഒരിക്കലും വാക്ക് പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നീയും അവനെ പോലെയാണ്, ഒരു തരം ഉന്മത്തൻ. ചേട്ടനൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ദേ കണ്ടോ, ദേഷ്യം വരുത്താൻ ശ്രമിക്കുന്നു. യു ഗെറ്റ് ഔട്ട്. ഞാൻ പോവാം. ചേട്ടന് പിന്നീട് കുറ്റബോധം തോന്നരുത്. ഒരിക്കലുമില്ല. ഒരു കാര്യം ഉറപ്പ്, നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഞാനെങ്കിലും രക്ഷപ്പെടും. എനിക്ക് എന്റെ മൊബൈലെങ്കിലും എടുക്കാവോ? യു ഗെറ്റ് ഔട്ട്. ഐസേ നിക്കേ. എനിക്കറിയില്ല ഇതൊക്കെ ചേട്ടന്റെ ഒരു തമാശയായിരുന്നു. ഐ സേ യു ഗെറ്റ് ഔട്ട്. ചേട്ടാ പ്ലീസ്. വക്കീലേ, അത് കൊടുത്തേക്ക്. ഇതിരിക്കട്ടെ. എന്താ ഇത്? വലിയൊരു ഔദാര്യമായി പോയല്ലോ. സോറി കുട്ടി. ഇത് ചേട്ടൻ തന്നെ കൊടുത്തേക്ക്. ഇതും നെക്സ്റ്റ് വീക്ക് ഈസ് ഹിസ് ബർത്ത്ഡേ. എന്തൊക്കെയുണ്ട്? വലിയ ഗുണമില്ല. ജയിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ആഘോഷമൊന്നുമില്ലേ? ഫ്രണ്ട്സ് ഇല്ല, വീടില്ല, പണമില്ല. എന്തു പറ്റി? വീട്ടുകാർ പൈസ തന്നു, ഫ്രണ്ട്സ് പൈസ സ്നേഹിച്ചു. വീട്ടുകാർ പൈസ നിർത്തി, പൈസ അപ്രത്യക്ഷമായി, ഫ്രണ്ട്സ്. ഓ, എന്തായാലും നന്നായി. എനിക്ക് ഒറ്റയ്ക്കാ ഇഷ്ടം, അതാ സുഖം. അല്പം ഷാമ്പയിൻ എടുക്കട്ടെ? എനിക്ക് ചുളു വിലക്ക് കിട്ടിയതാ. നോ താങ്ക്സ്. വാട്ട്സ് ദിസ്? ഇതൊരു മാഗ്നറ്റ് അല്ലേ, കാന്തം, പേപ്പർ വെയിറ്റ്. ഒരു പെഗ് കൂടെ എടുക്കട്ടോ? കാശില്ല. അത് സാരമില്ലെന്നേ. എന്നാ എട്. മുതലാളി. ആ പിച്ചക്കാര. സാറിന് ഫ്രണ്ട്സ് ഒന്നുമില്ലെന്നാ ഇതുവരെ ഞാൻ കരുതിയത്. എനിക്ക് കുറച്ച് ശത്രുക്കളുണ്ട്. എനിക്ക് എന്റെ പണം തിരികെ വേണം. ഞാനത് ന്യായമായി കളി ജയിച്ച് നേടിയതാണ്. മോനെ, നീ നിയമം അനുസരിച്ചല്ല കളി ജയിച്ചത്. ഫിനിഷിംഗ് പോയിന്റ് കടന്നാലേ പൈസ കിട്ടൂ. നീ അത് കടന്നില്ല, നിനക്ക് പൈസയും കിട്ടില്ല. നിനക്ക് നിയമമൊന്നും അറിയില്ലേ? യു സെറ്റ് മീ അപ്പ്, ഐ ബ്ലൂ യു അപ്പ്. തൽക്കാലം ഞാൻ പോട്ടെ. ഞാൻ വിട്ടില്ലെങ്കിലോ? നിന്റെ മുഖം അല്ലാതെ തന്നെ വളരെ ബോറാണ്. അത് കൂടുതൽ വികൃതമാക്കണോ? ഇത് കൊള്ളാം. ഏയ്, ഇനി നീ കൊള്ളും. ഈ ഷാമ്പൻ ബോട്ടിൽ ഞാൻ എടുത്തോട്ടെ. നീ എന്താ ആഘോഷിക്കുക? F1 ചാമ്പ്യൻഷിപ്പ് അല്ല, ട്രാഗ് റേസാണ് നീ ജയിച്ചേ. ഞാൻ ആഘോഷിക്കുകയല്ല. പിന്നെ ചീപ്പ് ഷാമ്പെയിൻ ബോട്ടിൽ എക്സ്പ്ലോഡ്സ്. നിന്റെ ജനറൽ നോളജ് പണ്ടേ കുറവാ.
കൊച്ചിയിലെ ഡോൺ ഇക്താറിന്റെ അനിയന ഹസാരി. നമ്മുടെ കണ്ടുമുട്ടൽ രാത്രിയിലായിരുന്നു നന്നായി. ബിസിനസ് കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൈവസി വേണം. നിന്റെ പെർഫോമൻസ് നന്നായിരിക്കുന്നു, നീ കൊള്ളാം. ഞങ്ങൾക്ക് ഒരു ഡ്രിങ്ക് ഒഴിച്ചു തന്നിട്ട് പുറത്തു പോകും. ഓക്കെ സർ. നിനക്ക് ഞാൻ നല്ല പൈസ തരാം. എന്തിന്? ഇപ്പൊ നീ ചെയ്തതുപോലൊക്കെ തന്നെ ചെയ്താൽ മതി. വിഷജന്തുക്കൾക്ക് വേണ്ടി ഞാൻ തല്ലിന് പോവാറില്ല. ഹസാരിയോട് ആരും ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത് വരെ. ചങ്ങാതി, ഇതിന് തൽക്കാലം എനിക്ക് സമയമില്ല. ആരാ ഫോൺ ചെയ്തത്? ഞാനാ സർ. ഇത് എങ്ങനെയാ സംഭവിച്ചത്? സാർ, അത് ഇവനെ ഇയാളെ കൊല്ലും നിങ്ങൾ കണ്ടോ? ഇല്ല സർ. സാർ, ഇത് ഞാനല്ല ചെയ്തത്. ഡോണ്ട് ബുൾഷിറ്റ് മീ. ഓക്കേ. മിസ്റ്റർ ജഗന്നാഥ് വർമ്മ. Congratulations, Mr. Jagannath Verma. You killed a wanted criminal and you have just ₹1, 5 lakhs. വെച്ച അവൻ ആരാണെന്നറിയില്ല. ആളിപ്പോ പോലീസ് കസ്റ്റഡിയില്ല. നമ്മുടെ ആളുകൾ അവന്റെ പിന്നാലെയുണ്ട്. ഹസാരിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ അവർക്ക് ഹസാരിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബാറിൽ വെച്ച് ചെറിയൊരു സംഘടനമുണ്ടായെന്ന് അവരറിഞ്ഞു. പക്ഷേ അതിൽ കൊല്ലപ്പെട്ട നമ്മുടെ ഹസാരിയാണെന്ന് പിന്നീടാണ് അവരറിഞ്ഞത്. എന്താ അവരെ ഏൽപ്പിച്ച ദൗത്യം? ഹസാരിയുടെ പ്രൊട്ടക്ഷൻ. അതിലവർ പരാജയപ്പെട്ടു. അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. വർമ്മ കോർപ്പറേഷൻ MD വിക്രമാദിത്യ വർമ്മയുടെ അനുജൻ ജഗന്നാഥ വർമ്മ. കുടിക്കേ, ഛർദിക്കില്ല. നോ താങ്ക്സ്, ചിലപ്പോൾ പിരിയും. ഞാനല്ല സർ ഹസാരിയെ കൊന്നത്, റോക്കിയാണ്. ഈ പോലീസിനെ സംബന്ധിച്ചുള്ള റോക്കി എന്നൊരാളെ പിക്ചറിലില്ല. നീ അല്ല അയാളെ കൊന്നതെന്ന് മനസ്സിലായി. പിന്നെ എന്തിനാണ് സർ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് നിന്റെയാണ്. എന്നാൽ അതുപോലെ തന്നെ മറ്റാരുടെ ഫിംഗർ പ്രിന്റ് കൂടി അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ട് വരുന്നത് എനിക്ക് ഔദ്യോഗികമായി വെളിപ്പെടുത്താൻ കഴിയില്ല. എനിക്കപ്പോൾ പോകല്ലോ അല്ലേ സർ? ഇപ്പോ പറ്റില്ല. കുറച്ച് കാര്യങ്ങളോട് നീ അറിയാനുണ്ട്.
നിന്നെ ഇവിടെ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കണം? ഇവിടെ നിൽക്കുന്ന സമയത്തോളം നീ സുരക്ഷിതനാണ്. ഇവിടെ നിൽക്കുന്ന സമയത്തോ? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നെ കസ്ബ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ നീ ഇപ്പം മരിച്ചിട്ടുണ്ടാവും. സാർ എന്താ പറയുന്നത്? പേടിപ്പിക്കുകയാണോ? നീ കൊന്ന ഒരു മാഫിയ ഡോണിന്റെ ബ്രദറിനെയാണ്. ഞാനല്ല അത് ചെയ്തത്. പക്ഷെ അവർ വിചാരിച്ചത് നീയാണത് ചെയ്തതെന്ന്. അറിയാവോ, നിന്നെ ഇരയാക്കാൻ അത് ധാരാളമാണ്. അവരെപ്പോഴായാലും പ്രതികാരം ചെയ്യും. അടുത്ത ദിവസം പത്രത്തില് ഒരു അജ്ഞാത മൃതദേഹം ചതുപ്പിലോ ബീച്ചിലോ കണ്ടെത്തിയെന്ന് വാർത്തയും വരും. നിന്റെ ഭാഗ്യം കൊണ്ടാണ് നീ എന്റെ മുമ്പിലെത്തിയത്. ഫിംഗർ പ്രിന്റ് പേരുടെ റിസൾട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. സാധാരണ നിലയിൽ കുറച്ച് സമയമെടുക്കും. അതുവരെ നീ അവർക്ക് നോട്ടപ്പുള്ളിയാ. നാളെ നീയല്ല അസാരിയെ കൊന്നെന്ന് അറിഞ്ഞാൽ പോലും അവരെ സമ്മർദ്ദത്തിന് വെറും ഒരു കയ്യബദ്ധം. സാറിനറിയാലോ ഞാനല്ലാതെ ചെയ്തതെന്ന്. അതൊന്നും അവര് നോക്കില്ല. അവരെങ്ങനെ അറിഞ്ഞു ഞാനാ ഇത് ചെയ്തതെന്ന്? സിമ്പിൾ. അവരെ കള്ളക്കടത്തുകാരാ. ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കും അവരെല്ലാം. ഈ കൊലപാതകം എന്നൊക്കെ പറഞ്ഞ അവർക്ക് ഇമ്മ പിള്ളേരുകളെയാ. അവര് നിന്നെ കണ്ടുപിടിക്കും, കൊന്നിരിക്കും. പക്ഷെ ഇവിടെ നീ സുരക്ഷിതനാണ്. എന്തൊരു കഷ്ടം ഇന്നത്തെ ദിവസം. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഭൂരിഭാഗം അവരുടെ മാസപ്പടി പറ്റുന്നവരാ. എനിക്ക് തോന്നുന്നു നിനക്കതെല്ലാം അറിയാവുന്നതാണ്. ഇറ്റ് വുഡ് ബി യൂസ്ലെസ് ടു ആസ്ക് ഫോർ പ്രൊട്ടക്ഷൻ. എനിക്ക് മനസ്സിലായി മരിക്കാനുള്ള എളുപ്പ വഴി. അല്ല, നിന്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞാലോ? വേണ്ട. വൈ നോട്ട്? അയാൾ നിന്നെ സംരക്ഷിക്കില്ലേ? അവരെയൊന്നും ഇതിലേക്ക് വലിച്ചയക്കാൻ താല്പര്യമില്ല. അത് കൂടുതൽ അപകടമാവും. ഇപ്പൊ തന്നെ ഞാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോണേനെന്ന് എനിക്ക് പണ്ടേ പേരുണ്ട്. ബട്ട് വാട്ട് ഐ ടോൾഡ് യു ഇസ് ദ ട്രൂത്ത്. വാട്ട് ഷുഡ് ഐ ഡു നൗ? വെൽ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇക്താറിന്റെ ഗ്യാങ്ങിൽ ഞങ്ങളുടെ ഒരാളുണ്ട്. അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. കിട്ടുമോന്നറിയില്ല. സാധാരണ അവൻ ഇങ്ങോട്ടാ വിളിക്കാറ്. ഒരുപക്ഷെ അവൻ വിചാരിച്ചാൽ അവരുടെ കടന്നാക്രമണം കുറച്ച് വൈകിക്കാം. നീ പ്രാർത്ഥിക്കേ. ഞാൻ ബോഡി കണ്ടിട്ട് വരിക. എൻ്റെ അനിയൻ്റെ എന്നെ ഇത്ര കാലം സേവിച്ചതിന് ഞാൻ കാണിക്കുന്ന ദയ. ഇനി ജീവിക്കണോ മരിക്കണോ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. അവനെ തീർത്ത് കിട്ടാൻ എത്ര സമയം വേണം? 2 മണിക്കൂർ. മിസ്റ്റർ ജഗൻ, ബാത്റൂമിലെല്ലാം പോയിക്കോട്ടോ. താങ്ക് യു സാർ. ഉസ്താദ്, ഞാനാണ്. അവരെത്ര പേരുണ്ട്? ഒന്നൊരു പയ്യനാണ്. ഞാൻ 5 മിനിറ്റിനകം വരാം.
എഴുന്നേക്കൂ സാർ, എഴുന്നേക്കൂ സാർ. സാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാർ, സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ, സാർ, ഹലോ ജഗൻ, ചേട്ടത്തി, നീ എവിടെയാണ്? രാവിലെ അങ്ങനെയൊക്കെ നടന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നീ ഇങ്ങ് വാ മോനെ. എനിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? എനിക്കിപ്പോ വീട്ടിലേക്ക് വരാൻ കഴിയില്ല. എന്നെ ആരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ചേട്ടനോട് കാർ ഇട്ട് വരാൻ പറയാത്തി. ജഗൻ, എന്താ നീ പറയുന്നത്? ഞാൻ പറയുന്ന പോലെ ചേട്ടത് ചെയ്യ്. ഹലോ 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 ചേട്ടാ, ചേട്ടാ ചേട്ടാ എന്നെ നോ, വിശ്വസിക്കണം. ഇല്ല ജഗൻ, നിന്നെ ഇനിയും ഞാൻ വിശ്വസിക്കണോ? ബിലീവ് മീ, ആരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഏട്ടാ ഹെൽപ്പ് മീ. വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവൻ കള്ളം പറയല്ല. ആണെങ്കിലും ഇനി ഒരിക്കൽ കൂടി ഞാൻ അവനെ വിശ്വസിക്കില്ല. ഈസ് ഇറ്റ് ഓവർ? മിക്കി കൊല്ലപ്പെട്ടു, അലി ലോക്കപ്പിലായി, അവൻ രക്ഷപ്പെട്ടു. ബിഗിനേഴ്സ് ലക്ക്. നീ 2 മണിക്കൂറിലെ പറഞ്ഞു, ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ഇനിയുള്ള 1 മണിക്കൂർ തന്നെ ധാരാളം.
I have already told you 3 times. എന്നെ കൊല്ലാൻ വന്ന ലോക്കപ്പിലായി. പോലീസുകാർ കൊല്ലപ്പെട്ടു. സർ, ഞാൻ പറയുന്നത് കേൾക്കാവോ? അവർ മരിച്ചു. സർ, ഞാൻ പറയുന്നത് സത്യമാണ്. അവരെന്നെ കൊല്ലാൻ നടക്കുകയാണ്. നീ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വെറുതെ സമയം മെനക്കെടുത്തരുത്. സംശയം ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചോളൂ പ്ലീസ്. ആരും ഫോൺ എടുക്കുന്നില്ല. See, I already told you this. ഓക്കെ പക്ഷെ നീ പറയുന്നത് കള്ളമാണെങ്കിൽ നിന്റെ കാര്യം കഷ്ടത്തിലാവും. സർ, ഞാൻ പറയുന്നത് സത്യമാണ്. അവരെന്റെ പിന്നാലെയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? നിനക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. പക്ഷേ രാവിലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുവരെ നിനക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. നീ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്ക്. രാവിലെ കമ്മീഷണർ മുമ്പിൽ ഹാജരാവാം. എന്റെ കയ്യിൽ പൈസ ഇല്ല. നിനക്ക് കാറുണ്ടോ? ഉണ്ട്. നമ്പർ KL5M366. നിനക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഗ്രൗണ്ട് അറിയില്ലേ? അറിയാം. അവിടെ വന്നാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. ഹലോ, അവൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഗ്രൗണ്ടിലുണ്ട്. ഇത്താറിനോട് പറയും. Mister, watch out! ഓ, നീയാണോ? അതെ, ഞാൻ തന്നെ. ഇപ്പൊ നിന്റെ ജീവൻ രക്ഷിച്ചില്ലേ? എവിടെ നിത്താൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചേ? ആദ്യം ഒരു പൊളിഞ്ഞ സ്പോർട്സ് കാർ, ഇപ്പൊ ഇത്. നീ എങ്ങനെ ഇതിനകത്ത് വന്നേ? ഡോറിലൂടെ വന്നു. നീ എന്തിനാ ഇപ്പൊ ഇതിനകത്ത് വന്നേന്ന്? എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോണം. നമുക്ക് പോവാം. നീ ആരാണ് നിന്റെ വിചാരം? തന്നെ രക്ഷിച്ചാളോട് ഇങ്ങനെയാ നന്ദി പറയണേ? നീ നിന്റെ ജീവനും കൂടെ രക്ഷിച്ചില്ലേ? എന്നാലും അല്പം കൂടി മാന്യമായി പെരുമാറിക്കൂടെ? മാഡം നോക്ക്, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന് കഴിയില്ല. ഞാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ്. എന്നെ കൊല്ലാൻ കുറെ ആൾക്കാർ എന്റെ പിന്നാലെ ഉണ്ട്. നീ മറ്റൊരു വഴി നോക്കുന്നതായിരിക്കും നല്ലത്. ഹോ, എന്തൊരു കഥന കഥ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വേഗം തന്നെ ഇവിടുന്ന് പോയില്ലെങ്കിൽ തന്നെ പിടിക്കാൻ വരുന്നവർ എന്നെയും പിടിക്കും, റേപ്പ് ചെയ്യും. ഇതൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഇയാളെ പറഞ്ഞ പോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പെട്രോൾ നീ അടിച്ചു. എന്താ, ഉറക്കം വരുന്നില്ലേ? ഷുഗർ ആവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഞാൻ കാരണമാണ്. പക്ഷേ നിങ്ങളെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം എനിക്കെല്ലാം അവനായിരുന്നു. അവൻ വഴി തെറ്റുന്നു കണ്ടപ്പോ അവൻ പറയുന്നത് ആരും ചെവിക്കൊണ്ടില്ല. നിങ്ങൾ പറയുന്നത് കേട്ടാൽ അവനെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമല്ലോ. തെറ്റുകൾ ഒരുപാട് ചെയ്തിരിക്കാം. പക്ഷേ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയമുണ്ട് അവന്. എന്താ ഇത്? അവൻ തന്നിട്ട് പോയതാ, ഏട്ടന്റെ ബർത്ത്ഡേക്ക് തരാൻ. അവനിതൊക്കെ ഓർത്തിരിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ? അതല്ലേ ഇത്? ഓ, ആരെയാ വിളിക്കുന്നത്?
ഒരുപാട് ഫോൺ ചെയ്യാണ്ട്. അവൻ പറയുന്നത് സത്യമാണ്. ഡയൽ ടോൺ ഇല്ല. എന്റെ മൊബൈൽ എവിടെ? ബെഡ്റൂമിലുണ്ട്. അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ വർമ്മ. നിങ്ങൾ ആരാ? എങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 3 കാവൽ നായ്ക്കളെയും 1 കാവൽക്കാരനെയും പുതിയതായിട്ട് വേണ്ടിവരും. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എന്നാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അവൻ വരുന്നത് വരെ. ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? തന്റെ അനിയന്റെ. ഇപ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ ഇൻഷുറൻസ് പോളിസി. ഞാനിതിന് പൈസ തരില്ല. വേണ്ട. നിനക്ക് വിശക്കുന്നില്ലേ? ഇതിരിക്കട്ടെ. ഈ രാത്രിയിൽ നീ എവിടേക്ക് പോവായിരുന്നു? വീട് വിട്ട് ഓടി വരുമായിരുന്നു. എന്തിന്? എന്തിനതൊക്കെ അറിയണം? വെറുതെ സമയം പോവാൻ. ഓ, ഞാനൊന്ന് ഫ്രഷായി വരാം. മുന്നിന്ന് മാറ്. എന്നെ വിട്, എനിക്ക് പോണം. Let her go. Get into the car. നീ നല്ല പണിയാ പറ്റിച്ചേ. എങ്കിലും ഞാൻ ലോക്കപ്പ് ചാടി. കൊള്ളാം. Now back off. അവൻ ഷൂട്ട് ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിനക്കൊരാളിനെ കൊല്ലാനുള്ള ഗഡ്സ് ഇല്ല. സ്റ്റോപ്പ്. Just drive! Hey, are you okay? Huh?
അവരായിരുന്നോ? യെസ്. എനിക്കിതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കും. തന്റെ പേര് ഇതുവരെ കിട്ടിയില്ല. ഗൗരി. ഇയാളുടെയോ? ജഗന്നാഥ വർമ്മ. കൂട്ടുകാരെ ജഗൻ എന്ന് വിളിക്കും. ഹലോ ജഗൻ. ഹലോ. ജഗൻ, ഗം. നോ താങ്ക്സ്. സോ വാട്ട് യു ഡു? ഐ മീൻ എന്ത് ചെയ്യുന്നു? ഓ, എനിക്ക് ജോലിയൊന്നുമില്ല. അപ്പോ ചുമ്മാ വീട്ടിലിരിക്കുവാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കം ഓൺ, നീ എന്തെങ്കിലും ചെയ്യണം. മേലനങ്ങാൻ തരുന്ന നീ ഇത്ര ചെറുപ്പത്തിലെ കൊളസ്ട്രോൾ വന്ന് ചത്തുപോകും. ഏയ്, ജോലിയൊന്നും ഇല്ലെങ്കിലും ശരീരം നന്നായിട്ട് അനങ്ങുന്നുണ്ട്. ശരി, ഇനി നിന്റെ കാര്യം പറയൂ. നീ ആദ്യം. ഞാൻ ഗൗരി. ഐ ജസ്റ്റ് ഫിനിഷ് മൈ ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. എന്റെ ഗോൾഡ് മെഡൽ കാണണ്ടേ? കാര്യമായിട്ടാണോ? അല്ല, എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന്. ഓ, അതിനാണോ നീ വീട് വിട്ട് ഓടി വന്നത്? എന്റെ അച്ഛനോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. എപ്പോഴും അതെടുക്ക് ഗൗരി, ഇതെടുക്ക് ഗൗരി, ഇത് ചെയ്യ് ഗൗരി, ഇവിടെ വാ ഗൗരി, കല്യാണം കഴിക്ക് ഗൗരി. അതച്ഛൻ 2 ആഴ്ച മുമ്പ് ഫിക്സ് ചെയ്തു എന്റെ കല്യാണം. അതും എന്നോട് പോലും ചോദിക്കാതെ. അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. 19ാം നൂറ്റാണ്ടിലെ ആൾക്കാർ ചെയ്യുന്ന പോലെ അവരുടെ പ്രവൃത്തി. അവസാനം ഞാൻ അവരെ വേണ്ടാന്ന് വെച്ചു. ഇതിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടി? The moral of the story is always listen to your dad. Okay? ഇയാൾ എനിക്ക് നേർവഴി പറഞ്ഞിരുന്നുണ്ടല്ലോ. എന്താ തന്റെ വഴി? ആരുടെ മുന്നിലും തല കുനിക്കരുത്. സോ നീ ഭയങ്കര പോഷും ആഡംബരപ്രിയനുമാണ്. ഏയ് ഇല്ല, ഞാനിപ്പോ എന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. നീ അയാളെ ശരിക്കും കൊന്നിട്ടില്ല അല്ലേ? പിന്നെ ആരാത് ചെയ്തത്? ലിസൺ, എന്റെ അച്ഛൻ അങ്ങേർക്ക് ബിസിനസ് അല്ലാതെ എന്നെ മനസ്സിലാക്കാനായില്ല. അത് തന്നെയാണ് എന്റെ ചേട്ടൻ സംഭവിച്ചത്. എന്റെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. അതിൽ നിന്ന് തന്നെ ഊഹിക്കാം, അങ്ങനെ ഒരു ചരിത്രമുള്ള എനിക്ക് ഒരു കൊലപാതകത്തിനോ ഒരു മരണത്തിനോ ആഗ്രഹം തീരെ ഉണ്ടാവില്ല. ഐ ആം സോറി. നോ പ്രോബ്ലം. Listen, would you like to call me sometime? ഞാൻ നിന്നോട് ഫോൺ നമ്പർ ചോദിച്ചിരുന്നു, നീ തന്നില്ല. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് പേര് എന്റെ പിന്നാലെ ഉണ്ട് എന്നെ കൊല്ലാൻ. You still want me to call you? ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. Are you sure? സ്റ്റേഷനായി. എപ്പോഴാ നിന്റെ ട്രെയിൻ? 15 മിനിറ്റ് കൂടിയുണ്ട്. താങ്ക്സ് ലോട്ട്. താങ്ക് യു. പിന്നെ കാണാം. ജീവിച്ചിരുന്നാൽ. മിസ്റ്റർ ജഗന്നാഥ് വർമ്മ,
യെസ് ഞാൻ പോലീസിൽ നിന്നാ. സർ യൂണിഫോം. ഞാൻ എഴുന്നേറ്റ് ഉടനെ വരികയായിരുന്നു. ഓക്കെ. ID? തീർച്ചയായും. സ്മാർട്ടാകാൻ ശ്രമിക്കണ്ട. കാർക്കര് എവിടേക്കാ നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകേണ്ടത്? ഇക്താറിന്റെ അടുത്തേക്ക്. അയക്കെന്തിനെ കാണണം. താങ്ക്സ് ഫോർ ദ ഇൻവിറ്റേഷൻ ബട്ട് ഐ എം സോറി, എനിക്ക് വരാൻ കഴിയില്ല. ചെന്ന് വണ്ടി കയറാം. Let him go. ഗൗരി, യു ഗൗരി വേണ്ട. ഇവളാരാ? അതല്ല, ഇവള് പോട്ടെ. Don't move. ആ ഗൺ സേഫ്റ്റിയിലാണെന്ന് നോക്ക്. ഗൺ സേഫ്റ്റിയിലാണെങ്കിൽ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയും. നീ കാണിച്ചു ചോദിച്ചു കേട്ടില്ലേ? നിനക്ക് ഞാൻ ഫോൺ നമ്പർ തരാൻ വേണ്ടി വന്നതാ. ഇതിൽ ബുള്ളറ്റ് ഇല്ല. അയാൾ എന്നിട്ട് വണ്ടി നിർത്തിയത്? അയാൾക്കറിയാം നമുക്ക് എവിടെയും പോവാനില്ലെന്ന്. ഇത് അവരുടെ വണ്ടിയല്ലേ ജഗൻ? ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. ചത്തോ? ഞാൻ ഹസാരിയെ കൊന്നിട്ടില്ല. അതെ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, അത്രമാത്രം. എന്നെ വെറുതെ വിടൂ. പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. എന്നെ ഒന്നും ചെയ്യരുത്. നിനക്ക് മനസ്സിലായില്ലേ? നീ മരിക്കണം, മരിച്ചേ മതിയാകൂ. ഞാനല്ല അത് ചെയ്ത്, റോക്കിയ. ഓഹോ, അപ്പൊ അവനെവിടെ? നമുക്ക് പോവാം.
എടുക്ക. ഹലോ. ജഗന്നാഥ് വർമ്മ, യെസ്. 45 മിനിറ്റുള്ളിൽ നീ വീട്ടിലെത്തണം. ആരാ ഇത്? ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നത്. എന്റെ ചേട്ടനും ചേട്ടത്തിയും അവർക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ വരാൻ വൈകിയാൽ അവരുടെ കാര്യം കുഴപ്പമാവും. എനിക്ക് അല്പം കൂടെ സമയം വേണം. എന്റെ കയ്യിൽ കാറില്ല, പൈസ ഇല്ല. 45 മിനിറ്റിൽ എനിക്ക് അവിടെ എത്താൻ കഴിയില്ല. തോക്കിന്റെ ഭാഷ നിനക്കറിയണോ? ഹലോ ഹലോ ചേട്ടാ. ഹലോ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നീ കേട്ടല്ലോ, അവർക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ താമസിച്ചാൽ അതിന് മാറ്റം വരാം. ആരായാല്? ഇക്താറിന്റെ ആളാ. എന്റെ ചേട്ടനും ചേട്ടത്തിയും അയാളുടെ പിടിയില്ല. ജഗൻ പതുക്കെ. പതുക്കെ? നീ എന്താ വിചാരിച്ചേ? ഇതെന്താ റൊമാൻറ്റിക് വാക്കാണോ? സോ എന്താ നിന്റെ പ്ലാൻ? ഈ ദൂരം മുഴുവൻ ഓടിയെത്താനോ? 2 മണിക്കൂർ കൊണ്ട് നീ ഓടിയെത്തിയാൽ തന്നെ ലോക റെക്കോർഡ് ഭേദിക്കും. കുറച്ചു നേരത്തേക്ക് നീ ഒന്ന് മിണ്ടാ നടക്കോ? അവളൊരു കൊള്ളാം. ഒരു ഫെറാറി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. നോക്ക്, നിനക്ക് എന്റെ കൂടെ വരാൻ കഴിയില്ല. നിനക്ക് എവിടെയാ പോകണ്ടെന്ന് വെച്ചാൽ നിനക്ക് പോവാം. കൊള്ളാം, നല്ല കാര്യം തന്നെ. നിനക്ക് എപ്പോ ആവശ്യം തോന്നുന്നു അപ്പ എന്നെ വിളിക്കാം. താങ്ക്സ്, ഞാൻ വിളിക്കാം. See you. അത്രേ ഉള്ളൂ? I'm not a use and throw material. ഞാനില്ലായിരുന്നെങ്കിൽ നീ എപ്പോഴേ കൊല്ലപ്പെട്ടേനെ. അതായിരുന്നു നല്ലത്. നിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും എന്റെ കൂടെ ഇപ്പോഴും നടക്കുന്നത് നിന്നെ എനിക്ക് മനസ്സിലാവാത്ത. നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ കാരണോ നീ ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ കാരണോ നീ മരിക്കാൻ പോകുന്നത്. I don't care. ഇതെന്റെ ജീവിതമാണ്. എന്റെ ഇഷ്ടം പോലെ ചെയ്യും. But I care. എന്തിന്? രഞ്ജിത്ത്. രഞ്ജിത്ത്. ജഗൻ, നീ എന്താ ഇവിടെ? രഞ്ജിത്ത്, എനിക്ക് നിന്റെ വണ്ടി വേണം. വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ പോയി കിടന്നൊന്നും ഉറങ്ങിയാലൊന്നും ആലോചിക്കായിരുന്നു. ഇന്നൊന്നും തടഞ്ഞില്ല. ഞാൻ നിനക്ക് പൈസ തരാം. എത്ര തരും? ഇന്ന് കിട്ടാവുന്നതിന്റെ ഇരട്ടി. താക്കോല് വണ്ടിയിലുണ്ട്, എടുത്തോ. താങ്ക് യുടാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഒരേ റേസിംഗ് ക്ലബിലുള്ളവരാ. റേസിംഗ് ക്ലബോ? ഡ്രാഗ് റേസ്. ഇതൊരു ക്ലബ്ബ് പോലാണ്, പൈസയ്ക്ക് വേണ്ടി കളിക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിനക്കെന്താ റേസിംഗിനോട് ഇത്ര താല്പര്യം? അത് അപകടം പിടിച്ച കളിയല്ലേ? പിന്നെന്തിനാ ചെയ്യുന്നേ? എനിക്കതിന്റെ ത്രില്ല് ഇഷ്ടമാണ്. എങ്കിൽ ഡിസ്നിലാൻഡിലേക്ക് പോ. നശിഞ്ഞ സ്പോർട്സ് കാറിന് നല്ല കാലം വരട്ടെ. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് ബോറ. നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കില്ല. ഗേൾ ഫ്രണ്ട്സോ? അത് പേഴ്സണലാ. ഇനി എന്താ പ്ലാൻ? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. അതവിടെ നിൽക്കട്ടെ. എനിക്കിതിൽ റോളുണ്ടെന്ന് നീ ചിന്തിക്കാൻ എന്താ കാരണം? നിനക്കായിരുന്നല്ലോ എന്റെ കൂടെ വരാൻ ആഗ്രഹം. നോക്കു ജഗൻ, I don't like being taken for granted. എനിക്കൊരു ഐഡിയ ഉണ്ട്. അതിന് എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ. നോക്ക്, എനിക്ക് പോലീസിനെ വിളിക്കാൻ കഴിയില്ല. ഞാൻ വീണ്ടും പിടിക്കപ്പെട്ടാലോ പിന്നെ ആരെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. ചുറ്റും അവരുടെ ആൾക്കാരാ. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ എന്നെ സഹായിക്കണം പ്ലീസ്.
എന്താ നിന്റെ പ്ലാൻ? എവിടെ ഉണ്ട് ചേട്ടൻ? അകത്തുണ്ട്, മിണ്ടരുത്. വെൽക്കം ജഗൻ, വെൽക്കം. ഇവൻ ഒറ്റയ്ക്കായിരുന്നു, സ്പോർട്സ് കാറിലാ വന്നത്. ഇങ്ങനൊരു രാത്രിയിൽ ഇവനെ സ്പോർട്സ് കാർ കിട്ടു. കണ്ണീരിൽ കുതിർന്ന ഈ സമാഗമത്തിൽ ഇടപെട്ടതിൽ ക്ഷമിക്കണം. ഇവനെയും കൊണ്ടുവാ. അവന് വിട്. Untie them. ജഗൻ, നീ ഇതിൽ ദുഃഖിക്കും. വായടച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഹസാരിയെ കൊന്നത് ഞാനാണെന്നല്ലേ നീ കരുതിയത്? സോ വാട്ട് ഡു യു തിങ്ക്? കൊന്നു കളയടാ ഇവളെ. ഇവരെ ഷൂട്ട് ചെയ്താ പോരാ, ഇവരുടെ മരണം എല്ലാവർക്കുള്ളൊരു പാഠമായിട്ട് മാറട്ടെ. എന്താ? എല്ലാം റെഡിയാണ്. കം ഫാസ്റ്റ്. നീ അവരെന്തിനു കൊന്നു? അവര് നിന്നോട് എന്ത് തെറ്റി? നീ എന്തിന് എന്റെ അനിയനെ കൊന്നത്? അവൻ നിന്നോട് എന്ത് തെറ്റി? ഞാൻ അയാളെ കൊന്നിട്ടില്ല. നീ അവനെ കൊന്നു? ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ അനിയൻ മരിച്ചു. മരിക്കുമ്പോ അവന്റെ മുതുകിൽ ആഴ്ന്നിറങ്ങിയ ഒരു കത്തി ഉണ്ടായിരുന്നു. അടുത്ത നീയും. ഇതെല്ലാം സത്യമാണെങ്കിൽ ആരാ നിന്നെ കൊണ്ട് തെറ്റിച്ചത്? ആ പേര് മാത്രം പറഞ്ഞാൽ മതി. എന്നെ വിശ്വസിക്കണം, അങ്ങനെ ഒരാളില്ല. സർ, ബാറ്ററി. പോയി വേറെ ബാറ്ററി കൊണ്ടുവരൂ. പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. അവൻ 1 മണിക്കൂർ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ ഫിനിഷ്. സലീം ഇൻഫോർമറെ കണ്ടുപിടിച്ചു. വാട്ട്?
അയാൾ എനിക്ക് തെളിവും തന്നു. അതെന്താ? ഒരു ട്രാൻസിസ്റ്റർ സംഭാഷണം ചോർത്താനുള്ളത്. ഇതെവിടെ നീട്ടി? സലീം എന്നെ കാണിച്ചു. നമ്മുടെ ആൾക്കാർ റൂമിൽ നിന്ന്. ആരുടെ? നിന്റെ. ഒരു ഇൻഫോർമർ ആയിരിക്കുക എന്നത് വളരെ റിസ്ക് ഉള്ള പണിയാണ്. അവൻ രക്ഷപ്പെടരുത്. ഇത് സബ്വേയിലേക്കുള്ള വഴിയാണ്. അവൻ അതിലൂടെ പോകാൻ സാധ്യതയില്ല. ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാൽ ഇടത്തോട്ട് തിരിഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുന്ന കനാലുണ്ട്. അത് കലൂർ സ്റ്റാൻഡിന് അടുത്തോടെയാണ് പോകുന്നത്. ചിലപ്പോൾ അവൻ അതുവഴി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. ഞങ്ങൾ അവന്റെ പിന്നാലെ പോവാം. ഓക്കെ. വെടിയേറ്റ് കാണുമോ? എനിക്ക് തോന്നുന്നില്ല. തീപ്പെട്ടി ചോദിക്കി. അവനോടെ? അവൻ ഇവിടെ എവിടെയോ ഉണ്ട്.
ചെയ്തിട്ടുണ്ടാവും. കൊള്ളാം കൊള്ളാം. നമുക്കെന്താ ഇവിടെ പരിപാടി? ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ആൽമൈറ്റി ഗോഡ്. നമ്മുടെ കുഞ്ഞു വലയില് ഒരു വമ്പ സ്രാവ് വീണു. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് വീണതാ. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? റോക്കി, നിനക്ക് വേണ്ടത് പണമല്ലേ? ഒരു 5 ലക്ഷം രൂപ നിനക്ക് തന്നാ നീ ഹാപ്പി ആവൂ? വേല ഇറക്കല്ലേ റോക്കി, സത്യമാണ് ഞാൻ പറയുന്നത്. വേണ്ട മോനെ, നിന്റെ അടവൊന്നും റോക്ക് എടുത്ത് വേണ്ട. അടവൊന്നും അല്ല റോക്കി, നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു നിസ്സാര കാര്യം. എനിക്ക് അതിലും നിസ്സാരമായ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത്? എന്നെ കണ്ട പിച്ചിക്കാണ്ട ലുക്കുണ്ടല്ലടാ. ഇനി ഇക്താറിനോട് അവന്റെ അനുജനെ കൊന്നതേ ഞാനാന്ന് പറയില്ല. പകരം നീ ചെയ്യുന്നത് ഞാൻ കണ്ടുവെന്നാ പറയാൻ പോകുന്നേ. എങ്ങനെ? പൈസ കിട്ടിയാൽ നിന്നെ അയാളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒരു പിച്ചക്കാരനെ ഒരിക്കലും നീയുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. മുതലാളി, നീ എന്റെ മുമ്പിൽ സ്മാർട്ടായല്ലേ? നിന്നെ ഇക്താറിന്റെ മുന്നിൽ എത്തിച്ചാൽ അയാള് നിന്നോട് ചെയ്യുന്നതെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ നോക്കി കാണും. നടക്കണം നടക്കണം. ഞാനിത് ചെയ്യണോ? ഞാൻ ചെയ്യാം. വേണ്ട, ഇക്താറിന് ചെയ്യണമെങ്കിലോ? ശരി, വിളിക്കേ. കില്ലിയൻ. ഓക്കെ സാർ. ഹലോ. ഓക്കെ സാർ. ഇക്താറായിരുന്നു. അയാൾക്ക് തന്നെ കൊല്ലണമെന്ന്.
You are under arrest. നീ I am Special Task Force Officer Salim Ali. എന്റെ കൂടെ നിന്ന് നീ എന്നെ I am a police officer, Mr. Akhtar. നീ കൊച്ചിയിലെ ഡോൺ അല്ലേ? നീ നിന്റെ വേഷം ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വേഷം കുറച്ചെങ്കിലും ഭംഗിയായിട്ട് ചെയ്യണ്ടേ? എന്റെ ഗാങ്ങിലെ ഒറ്റുകാരൻ നീയായിരുന്നു. യു സെറ്റ് മീ അപ്പ്. ഒരൊറ്റ രാത്രി കൊണ്ട് കൊച്ചിയിലെ ഡോൺ ആയവനല്ല ഇക്താർ. നിന്നെ പോലെ കാക്കിയിട്ട് ഒരുപാട് പേരുടെ രക്തക്കര കണ്ടിട്ട് തന്നെയാ. ഇപ്പൊ എനിക്ക് നിന്നെയല്ല വേണ്ടത്, ഇവനെയാ. എന്റെ അരിയന്റെ ജീവനെടുത്ത ഇവനെ. നമുക്ക് വീണ്ടും കാണാം. കാണേണ്ടി വരും. അല്ലെങ്കിൽ എന്റെ ഡേവിഡിന്റെ ആത്മാവിനോട് പൊറുക്കില്ല. സോറി സാർ, സാർ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് എൻ്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിരുന്നു. നീ ഇക്താറിന്റെ കയ്യിലാക്കപ്പെട്ടപ്പോൾ നിന്നെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എൻ്റെ കടമയായിരുന്നു. പിന്നെ ടോർച്ചർ ചേംബറിൽ ഞാനാ കത്തി വെച്ചത് നിനക്ക് രക്ഷപ്പെടാൻ. പിന്നെ ബോംബിൽ ഡിറ്റോനേറ്റർ ഇല്ലെങ്കിൽ അത് പൊട്ടില്ല. നിന്റെ വീട്ടിൽ ഞാൻ വെച്ച ബോംബിൽ അങ്ങനെ ഒരു ഡിറ്റോനേറ്റർ ഇല്ലായിരുന്നു. Go to them. They're waiting for you. മോനെ ചിക്കൻ ചിക്കൻ. ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ സഹായിച്ചതിന്. ഗൗരി, നീ ജഗൻ, സലീം സാർ എന്നെ രക്ഷിച്ചത്, എന്നെ ഒരു സേഫ് പ്ലേസിലെത്തിച്ചു. ഹി സേവ് മീ. ഗൗരി, നിന്റെ ഫോൺ നമ്പർ തരാവോ? ജഗൻ, ജി കെ നായർ എത്തിയിട്ടുണ്ട്. നീയും അദ്ദേഹത്തിന്റെ മോളുമായിട്ടുള്ള കല്യാണക്കാരെ സംസാരിക്കാൻ. എനിക്കിപ്പോ കല്യാണം വേണ്ട ചേട്ടത്തി. എനിക്ക് അയാളുടെ മോളെ ഇഷ്ടമല്ല. അതിന് നീ അവളെ കണ്ടിട്ടില്ലല്ലോ. കാണേണ്ട കാര്യമില്ല, നായരുടെ മോളല്ലേ. ഒന്ന് എനിക്ക് ജഗൻ പ്ലീസ്, നിനക്ക് ഈ കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. ജസ്റ്റ് അയാളുടെ അടുത്തൊന്ന് ചെല്ല്. വാട എണീക്കേ. ബൈ ദ വേ, ഹൗ ആർ യു ജഗൻ? ഫൈൻ. എന്റെ മോക്ക് ജഗനെ കാണുമെന്ന് വല്ലാത്ത നിർബന്ധം. നിങ്ങളുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചതാണല്ലോ. സാധാരണ പെണ്ണ് കാണൽ ചടങ്ങ് പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണല്ലോ. ഇവിടെ നമ്മളൊന്ന് തിരുത്തി.
ചെറുക്കനെ കാണാൻ പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ട്. മോളെ അപ്പോ എപ്പോഴാ കല്യാണം?